ഹായ് ഓൾ, വെൽക്കം ടു എജു വാലി. ഈ ഒരു വർഷം ക്ലർക്ക് ടൈപ്പിസ്റ്റ്, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്, കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് അതുപോലെയുള്ള എക്സാമുകളൊക്കെ വളരെ കുറച്ചേ വന്നിട്ടുള്ളൂ അല്ലേ. നമ്മൾ കുറേ പേരൊക്കെ വളരെ പ്രതീക്ഷയോടെയാണ് ഈ ഒരു വർഷം നോക്കി കണ്ടത്, നമുക്ക് എഴുതാൻ പറ്റുന്ന എക്സാമുകൾ ഉണ്ടോ എന്ന് നോക്കിയിട്ട്. അങ്ങനെ അവസാനം നമുക്കിതേ ഒരു പോസ്റ്റ് വരുന്നുണ്ട്, അടുത്ത നോട്ടിഫിക്കേഷനിൽ തന്നെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അതായത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ 9-ാം തീയതി ചേർന്നിട്ടുള്ള യോഗത്തിനകത്ത് നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു എക്സാം അല്ലെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കുന്നതിനെ പറ്റി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ അതെന്ന് പറയുന്നത് ജനറൽ റിക്രൂട്ട്മെന്റ്, ജില്ലാ തലത്തിലുള്ള ഡയറക്റ്റ് റിക്രൂട്ട്മെന്റിനകത്ത് വിവിധ ജില്ലകളിൽ വിവിധ വകുപ്പുകളിൽ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ആണ് ഇറക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നേരിട്ടുള്ള നിയമനമുണ്ട്, തസ്തിക മാറ്റം വഴിയുള്ളതുകൊണ്ട് എന്തായാലും കുറച്ച് വേക്കൻസീസ് ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ നമുക്ക് കുറേ പേരൊക്കെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന് ഓൾറെഡി അറിയാം. എന്നാലും ഇനി ഈ ഒരു വർഷം എക്സാം ഉണ്ടോ എന്ന് വിചാരിച്ച് നിൽക്കുന്നവരൊക്കെ പഠിച്ചു തുടങ്ങുക. ഉടനെ തന്നെ വരുന്നതാണ്, മിക്കവാറും അടുത്ത ഗസറ്റിലോ അല്ലെങ്കിൽ അതായത് ഈ ഒരു മാസ അവസാനത്തിൽ വരുന്ന ഗസറ്റിലോ 15 സമയത്ത് വരുന്ന ഗസറ്റിലോ ഉണ്ടാവാമെന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ വിവിധ ജില്ലകളിൽ, 4-മത്തെയാണ് കേട്ടോ, വിവിധ ജില്ലകളിൽ വിവിധ വകുപ്പുകളിൽ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 വിജ്ഞാപനം വരാനായിട്ട് പോവാണ്. അപ്പോൾ കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള അതിന്റെ ക്വാളിഫിക്കേഷനും ഈക്വലന്റ് ഓർ ഹയർ ക്വാളിഫിക്കേഷനും കൂടെ ഞാനൊന്ന് പറയാം. ആ കാര്യങ്ങളും കൂടെ ഒന്ന് ക്ലിയർ ആവട്ടെ എന്ന് കരുതിയിട്ടാണ്. ഇത് 2018 വന്നിട്ടുള്ള കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 വേരിയസിന്റെ കാര്യങ്ങളാണ് വെച്ചിട്ടാണ് പറയുന്നത്. സോ അത് പ്രകാരം അവിടുത്തെ ക്വാളിഫിക്കേഷൻസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് പാസ് ഇൻ +2 ഓർ ഇറ്റ്സ് ഈക്വലന്റ്, +2 ഓർ ഈക്വലന്റ് വേണം. അതുപോലെ തന്നെ ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ലോവർ വേണം. പിന്നെ അതിന്റെ കൂടെ തന്നെ വേർഡ് പ്രോസസ്സിംഗ് ഓർ ഈക്വലന്റ് വേണം. അതിന്റെ കൂടെ 3-മത്തെ ക്വാളിഫിക്കേഷൻ ആയിട്ട് മലയാളം ടൈപ്പ് റൈറ്റിംഗ് KGTE ലോവർ വേണം. അതുപോലെ തന്നെ ഷോർട്ട് ഹാൻഡ് ഇംഗ്ലീഷ് ലോവർ വേണം, ഷോർട്ട് ഹാൻഡ് മലയാളം ലോവർ വേണം. അപ്പൊ ഇത്രയും ക്വാളിഫിക്കേഷൻ ഉള്ള ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ജനറൽ ആയിട്ട് പറഞ്ഞതാണ്. ഇനി PSC ലേറ്റസ്റ്റ് ആയിട്ട് അംഗീകരിച്ചിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് പ്രകാരം ടൈപ്പ് റൈറ്റിംഗ് ലോവറിന് ഇക്വലന്റ് ആയിട്ടുള്ളത് ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ്, ഡിപ്ലോമ ഇൻ സെക്രട്ടേറിയൽ പ്രാക്ടീസ് ഒക്കെ അപേക്ഷിക്കാവുന്നതാണ്. മലയാളം ലോവറും ഇതുപോലെ തന്നെ ഈ 2 കോഴ്സുകൾ അംഗീകരിച്ചിട്ടുള്ളതാണ്. ഷോർട്ട് ഹാൻഡ് ഇംഗ്ലീഷ്, ഷോർട്ട് ഹാൻഡ് ലോവർ ഇതെല്ലാം ഈ കോഴ്സ് തന്നെയാണ്. അപ്പോൾ ഡിപ്ലോമ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് അതുപോലെ സെക്രട്ടേറിയൽ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ തയ്യാറായിക്കോളുക. അടുത്ത നോട്ടിഫിക്കേഷനിൽ തന്നെ നമുക്ക് വിജ്ഞാപനം പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. സോ പഠിച്ചു തുടങ്ങുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഫൈൻ, താങ്ക് യു.